ഇത് നമ്മൾ പൊരിക്കും. അപ്പോൾ എല്ലാ കൂട്ടർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു പുളി മാർക്കറ്റിൽ നിന്ന് ഒരു നല്ല അടിപൊളി ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ് കംപ്ലൈൻറ്റ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് എന്താണ് കംപ്ലൈൻ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് ഇതൊന്ന് നമുക്ക് ശരിയാക്കിയെടുക്കാം. ഓക്കെ, നമുക്ക് നേരെ നമ്മളിവിടെ വർക്ക്ഷോപ്പിലേക്ക് വിടാം. ആദ്യം തന്നെ നമ്മളൊന്ന് ചെക്ക് ഒന്ന് ചെയ്ത് നോക്കി. സംഗതി ബോഡിയിലും ഒന്നും കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി ചാർജ് സെക്ഷനും ബാറ്ററി സെക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന് നോക്കാൻ മാത്രമേ ഉള്ളത്. കാരണം അതിന് മാത്രമേ ഇതിൽ കംപ്ലൈൻറ്റ് വരുള്ളൂ, ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബോഡി ഒന്ന് അയച്ചു നോക്കണം. പക്ഷേ നമ്മൾ ചാർജിങ് കുത്തിയപ്പം ചാർജ് കയറുന്ന പോർട്ടിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഇല്ല മാതിരി തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അയച്ചു നോക്കണം. കാരണം ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാലും ബാറ്ററി മാറ്റണം. അതേപോലെ ചാർജിങ് സെക്ഷൻ കംപ്ലൈൻറ്റ് ആണെങ്കിൽ അത് മാറ്റണമെങ്കിൽ ഇത് അയച്ച് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അയച്ച് ഒന്ന് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഫസ്റ്റ്. അങ്ങനെ നമ്മൾ അയച്ച് ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് CC കംപ്ലൈൻറ്റ്, ചാർജ് സെക്ഷൻ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ചാർജിങ് സെക്ഷൻ ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അവിടെ ജോയിൻ്റ് അടിച്ച് കൊടുത്താണ്ട് നമുക്ക് ചാർജ് കയറുന്നതോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ചാർജിങ് സെക്ഷനൊക്കെ ഷോൾഡർ ചെയ്തു, ചാർജ് കുത്തി നോക്കി. അപ്പോൾ ചാർജിങ് കയറുന്നുണ്ട്. നമുക്കിതൊരു ഇപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് ചാർജിങ് ചെയ്തുകൊണ്ട് വെക്കാം നമുക്ക്. എന്നിട്ട് ചാർജിങ് ലോഡ് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് ചാർജ് കുത്തി റിമൂവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ചാർജ് കയറിക്കണോ, ലൈറ്റ് കത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്കിത് സാധാ പോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം. അപ്പം ബാറ്ററി ചാർജിങ് ഒക്കെ ലോഡായിട്ടുണ്ട്. അപ്പം സംഗതി ചാർജിങ് സെക്ഷനിൽ അവിടെ കണക്റ്റ് വിട്ടതായിരുന്നു. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്ത് കൊടുത്തൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.